ഗൈസ് നേഴ്സ് പഠിച്ചോടി പോകുന്നത് ജുജുത്സു കൈസർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 ഒന്നാമത്തെ എപ്പിസോഡാണ്. ആരും നിങ്ങളും ഒരുപാടധികം ആൾക്കാർ ഈ സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സോ അങ്ങനെ നമുക്ക് ഫൈനലി ഇത് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ റീക്യാപ്പ് തരാം. നമ്മൾ ലാസ്റ്റ് സീസണിൽ കണ്ടിരുന്നത് നമ്മുടെ ഗോജോനെ സീൽ ചെയ്യുന്നു. അതുമാത്രമല്ല നമ്മുടെ യൂജി തത്തുറോയിനെ കൊല്ലാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്നതുമാണ്. നമ്മുടെ യൂജിനെ കൊല്ലാൻ വേണ്ടി യൂട്ടെ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുന്നിടം വെച്ചായിരുന്നു സീസൺ 2 അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ നേരെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് സീസൺ 3 വന്നിരിക്കുന്നത്. എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് നിൽക്കുക, പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. സോ നിങ്ങൾ മാക്സിമം എല്ലാ ആൾക്കാരും ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്ക്. ഞാൻ നിങ്ങളെ പിന്നെ കൂടുതൽ പറഞ്ഞു വിശ്വസിക്കാതെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുറക്കുന്നതിന് കാണിക്കുന്നത് ഒരാളാണെങ്കിൽ കയ്യിലുള്ള ചോരയെല്ലാം കഴുകി കളയുന്നതാണ്. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ യൂജിനെ പോലെയുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ യൂജി ആണെങ്കിൽ വേറെ ഏതോ സ്ഥലത്തൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് നമ്മുടെ യൂജിയുടെ മുന്നിലാണെങ്കിൽ ഒരു കേഴ്സഡ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. കയ്യിൽ നിന്ന് നമ്മുടെ യൂജി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടുക. കേഴ്സഡ് സ്പിരിറ്റ് നമ്മുടെ യൂജിനെ വെറുതെ വിടുന്നില്ല. പക്ഷെ നമ്മുടെ യൂജി ആണെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് വളരെയധികം ചില്ലായിട്ട് അവിടെ നിന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കും. കേഴ്സഡ് സ്പിരിറ്റ് വീണ്ടും നമ്മുടെ യൂജിനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. സോ നമ്മുടെ യൂജി അതിൽ നിന്ന് ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ആ കേഴ്സഡ് സ്പിരിറ്റിന്റെ അകത്ത് നിന്ന് വേറൊരാൾ വരുന്നു. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ യൂഡയായിരുന്നു. വന്നുടനെ തന്നെ നമ്മുടെ യൂജി തത്തൂറിനെ കൊല്ലാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ടീം കട്ട് ചെയ്ത് കാണിക്കുന്നത് സെനിൻ ക്ലാനിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. നയോയ എന്ന് പറഞ്ഞ് ഒരു പേഴ്സൺ ഉണ്ടായിരുന്ന ഒരു അറ്റൻഡന്റിനോട് നയോയ ചോദിക്കുകയാണ്, ആ മാക്കി എന്തി, അവളുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാവോ? നയോയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗ്രേഡ് 1 ഒരു സോസറാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അറഗന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ നയോയ. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സെനിൻ ക്ലാനിന് ഇപ്പോൾ ഒരു ലീഡറിന്റെ ആവശ്യമുണ്ട്. ഉണ്ടായിരുന്ന സെനിൻ ക്ലാനിന്റെ ലീഡറാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നയോയ മാക്കിയെ കുറിച്ച് ചോദിക്കുന്നത്. കാരണം മാക്കിയും സെനിൻ ക്ലാനിലുള്ള ഒരു മെമ്പർ തന്നെയാണ്. ഇവിടെ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങി പോയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഞാൻ തന്നെയായിരിക്കും ലീഡർ എന്നുമായിട്ട് നമ്മുടെ നയോയ ആണെങ്കിൽ അതിനകത്തിലേക്ക് കയറി പോവുകയാണ്. എന്ന സമയത്ത് അവിടെയും കുറെ പേര് നിൽക്കുന്നുണ്ട്. അതും സെനിൻ ക്ലാനിലുള്ള മെമ്പേഴ്സ് തന്നെയാണ്. ഇനി അടുത്ത ലീഡർ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ, വേറെ കാര്യമുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ എന്ന് നമ്മുടെ നയോയ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുകയാണ്. സംസാരമൊക്കെ കേട്ടത് കൊണ്ട് തന്നെ ആ പ്രായമുള്ള ആളിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് നയോയുടെ കാര്യത്തിൽ വെച്ച് സംസാരിക്കുകയാണ്. വിളച്ചു നിന്നും എടുക്കണ്ട, തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നിന്നെ ഒരു ലീഡറായിട്ട് കാണത്തുള്ളൂ. അന്നേരം തന്നെ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, കേഴ്സ്ഡ് ഐറ്റംസ് അവർ നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നയോയുടെ കയ്യിലായിരിക്കും വരുന്നത്. ഒരേ ഒരു കണ്ടീഷൻ ഗോജിക്ക് കൊടുത്ത പ്രോമിസ് വെച്ചിട്ട്. സോ നമ്മുടെ ഗോജോ സത്രോ സീലായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ സെനിൻ ക്ലാനിന്റെ ലീഡർഷിപ്പ് ഫുഷിഗ്രോ മെഗുമിപ്പ് അവന്റെ അടുത്തേക്ക് പോകും എന്ന് ആ ഓൾഡ് മാൻ പറയുകയാണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നയോയ്ക്ക് ഒരുപാട് ടെൻഷൻ ആകുകയാണ്. ആ മെഗുമി എവിടാന്ന് ചോദിക്കുന്ന സമയത്ത് ടോക്കിയോ എന്ന് പറയും. യൂജിനെ കൊല്ലണമെന്ന് പറഞ്ഞ് ഓർഡർ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ യൂജിനെ കൊല്ലുവാണെന്ന് പറഞ്ഞിട്ട് മെഗുമിനെ അങ്ങ് പോയി കൊന്നേക്കാം എന്നാണ് നമ്മുടെ നയോയുടെ പ്ലാൻ. സെനിൻ ക്ലാനിന്റെ ഹെഡായിട്ട് മാറുക, അതാണ് പ്ലാൻ. സോ ഈ പിന്നീട് കാണിക്കുന്നത് ഒരുപാടധികം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂജിനെയാണ്. സോ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന യൂജിയുടെ അടുത്തേക്ക് നമ്മുടെ ജോസോ വരികയാണ്. നിന്റെ ഇഞ്ചറീസ് ഒക്കെ എങ്ങനെയുണ്ട്? നിനക്ക് ഒരുപാടധികം മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇപ്പോൾ ഓക്കെ യൂജി, നീ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചല്ല ടെൻഷൻ അടിക്കേണ്ടത്. ഇപ്പം സുക്കണയുടെ പ്ലാനിനെ കുറിച്ച് ആലോചിച്ചാണ് ടെൻഷൻ അടിക്കേണ്ടത്. നിന്നെ യൂസ് ചെയ്ത് തന്നെ ഇപ്പോൾ സുക്കണ ഒരുപാടധികം ആൾക്കാരെ കൊന്നിട്ടുണ്ട്. സോ അതുപോലെ തന്നെ മെഗുമിനെ യൂസ് ചെയ്തിട്ടും എന്തോ ഒരു പ്ലാൻ സുക്കണ നടത്താൻ പോകുന്നുണ്ട്. നീ എന്നോട് നിൽക്കുന്നത് നിനക്ക് പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ലേ? നിന്റെ ബ്രദേഴ്സിനെ എല്ലാത്തിനെയും ഞാൻ ഇപ്പോൾ തന്നെ കൊന്നിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല, നീയും എൻ്റെ ഒരു അനിയൻ തന്നെയല്ലേ. ഇതിലൊരു പ്രശ്നം വരുന്ന സമയത്ത് സ്വന്തം ചേട്ടനായിട്ടുള്ള ഞാൻ വേണ്ടായോ നിന്നെ സഹായിക്കാൻ എന്ന് നമ്മുടെ ജോസോ യൂജിനോട് പറയുകയാണ്. സമയത്ത് തന്നെ ഒരുപാട് കേഴ്സസ് ആണെങ്കിൽ നമ്മുടെ യൂജിനെ ആക്രമിക്കാൻ വേണ്ടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കേഴ്സിനെയൊക്കെ നമ്മുടെ യൂജി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ നമ്മുടെ യൂജിക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജോസോ വന്നിട്ട് ഒരൊറ്റ അറ്റാക്കിൽ തന്നെ ആ എല്ലാ കേഴ്സഡ് സ്പിരിറ്റിനെയും ഇല്ലാതാക്കി കളയുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ യൂജിനെ കുറിച്ച് നമ്മുടെ ജോസോ ചിന്തിക്കുകയാണ്. നേരത്തെ ഉള്ളതുപോലെയല്ല യൂജിയുടെ പവർ ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. യൂജിയുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ കേഴ്സ്ഡ് എനർജിയും ഒരുപാടധികം ഇൻക്രീസ് ആയിട്ടുണ്ട്. പറഞ്ഞാൽ നമ്മുടെ യൂജി ആണെങ്കിൽ ഇപ്പോൾ ഒരു ഡീമനാണ്. കൊച്ചനെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഒരുപാടധികം അമേസിംഗ് ആണ്. അതുതന്നെ നമ്മുടെ യൂജി പറയുകയാണ്, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അമ്മയുടെ തലയിൽ എന്തുകൊണ്ടാണ് ആ സ്റ്റിച്ചിങ് വന്നതെന്ന്. ഡയറക്റ്റ് ആയിട്ട് തന്നെ അവർ പറയുകയാണ് അവരുടെ അമ്മ കെഞ്ചാക്കു ആണെന്നുള്ള ഒരു കാര്യം. ഇങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവർക്കൊരു വോയിസ് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ മെഗുമിയൊന്നും ഇല്ലാത്ത അവൻ എന്താ ഇത്രയധികം ലേറ്റ് ആകുന്നത് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ യൂജിയും ജോസോയും ഇവനെ തന്നെ ശ്രദ്ധിക്കുന്നു. ഇതേ സമയത്തായിരുന്നു നമ്മുടെ യൂജിക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ ഗോജോ പറഞ്ഞ കാര്യം ഈ സോസേഴ്സ് ഒന്നും അത്രയ്ക്ക് നല്ല ആൾക്കാരൊന്നും അല്ല. അതിൽ ഗോജോ എടുത്തു പറഞ്ഞ ഒരാൾ തന്നെയാണ് നയോവ. ഇവൻ ഒരിക്കലും നല്ലൊരുത്തനല്ല. ഹേയ്, നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഇവിടെ നിന്ന്
ഓടി രക്ഷപ്പെട്ടോ. നീ എന്തിനാണ് മെഗുമിങ്ങിനെ തിരയുന്നത്? യൂസ് ചെയ്ത് എനിക്ക് പല ആവശ്യങ്ങളും കാണും, അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നുമായിട്ട് നമ്മുടെ നവോവ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. യൂജിയും ചേർന്നിട്ട് നമ്മുടെ നവോവനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നവോവ ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സോഴ്സറാണ് തന്നെ. അവൾ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കത് തടുത്ത് നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് അവർക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. വിചാരിക്കുന്നത് ആദ്യം ഇത് ഗോജോ ആണെന്നാണ്. ഇവന്റെയിലുള്ള ടെക്നിക്കിനെക്കാട്ടിൽ ഡിഫറെന്റ് ആയിട്ടും കൊടൂരമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത് എന്ന് നമ്മുടെ യൂജിക്ക് മനസ്സിലാക്കുകയാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് വേറെ ആരുമല്ല, നമ്മുടെ യൂട്ടെ തേടി വന്ന സാധനം എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. നവോവ യൂട്ടേനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സോ അതോടെ തന്നെ നമ്മുടെ നവോവ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഞാൻ മാക്കിയുടെ കസിൻ ആണെന്നൊക്കെ. അവൻ തന്നെ നമ്മുടെ ചോസ്വാണിക്കിൽ യൂജിനോട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണ്. വളരെയധികം സ്പീഡായിട്ടുള്ള ഒരു സോഴ്സറാണ്, ഞാൻ അവനെ തടഞ്ഞു നിർത്തിക്കോളാം. അത് മാത്രമല്ല, നീ യൂട്ടയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം, കാരണം ഇവന്റെ ശരീരത്തിൽ നിന്ന് ഗോജോ പോലത്തെ ടെക്നിക്സ് ഒക്കെ എനിക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മുടെ ചോസോ പിയേഴ്സിംഗ് ബ്ലേഡ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. തന്നെ നമ്മുടെ യൂജി അവിടെ നിന്ന് ഓടുകയാണ്. സോ നമ്മുടെ യൂജിയുടെ പുറകെ നമ്മുടെ യൂട്ടയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, കാരണം യൂട്ടയുടെ ലെവലിൽ യൂജിക്ക് ഓടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തന്നെ നമ്മുടെ ചോസോന്റെയും അതുപോലെ നവാന്റെ ഇടയിൽ ഫൈറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിന്റെ ഈ പിയേഴ്സിംഗ് ബ്ലേഡ് എന്ന് പറഞ്ഞ ടെക്നിക്ക് മാത്രമേ ഉള്ളൂ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് എന്റെ ശരീരത്തിൽ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല പറയുകയാണ്. സോ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ചോസോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം കയറി വരുന്നുണ്ട്. ദേഹത്ത് കൈ വെച്ചവന് വെറുതെ വിടത്തില്ലെന്ന് നമ്മുടെ ചോസോ വളരെയധികം ദേഷ്യത്തോട് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്ടയാണെങ്കിൽ യൂജിനെ ഇപ്പോൾ കൊല്ലൂടാന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ യൂജിയാണെങ്കിൽ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടുകയാണ്. യൂജിക്കാണെങ്കിൽ യൂട്ടയുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതോടെ തന്നെ നമ്മുടെ യൂജി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ യൂജിയുടെ പുറകെ തന്നെയുണ്ട്. യൂജിയാണെങ്കിൽ ബിൽഡിംഗ് വിട്ട് വെളിയിലേക്ക് വരികയാണ്. യൂട്ടയുടെ കേഴ്സ് എനർജി അത് വളരെയധികം ഇൻസൈൻ ആയിട്ട് തന്നെ അവന് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കേഴ്സ് ടെക്നിക്കും വളരെയധികം കുടിലിനായിട്ട് തന്നെ കമ്പോസ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നീ ഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആള് ഗോജോ ആണ്. ഗോജോന്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗോജോ ആണെങ്കിൽ കേഴ്സ് എനർജിയൊക്കെ നല്ല കിട്ടും. നമ്മുടെ യൂജി യൂട്ടയും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യൂജി ആണെങ്കിൽ തോടോ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. എനർജി യൂസ് ചെയ്തുകൊണ്ട് ഒരാളുടെ മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാര്യം പഠിക്കണമെന്ന് പറയുന്നത് അത് വളരെയധികം ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളുടെ കേഴ്സ് എനർജി യൂസ് ചെയ്താണ് ആ ആളുടെ അടുത്ത മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ യൂട്ടയുടെ കേഴ്സ് എനർജി വളരെയധികം ഡിഫറെന്റ് ആണ്. ഇവന്റെ മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് കുറച്ച് പാടാണ്. സമയത്ത് തന്നെ നമ്മുടെ യൂട്ടയാണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന കേഴ്സ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരുപാട് കേഴ്സ് എനർജി റിലീസ് ചെയ്യുക. ആ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മുടെ യൂട്ടയാണെങ്കിൽ യൂജിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. യൂജി ആണെങ്കിൽ ഒരു കത്തി എടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് ഗോജോ പറഞ്ഞ കാര്യം ചിന്തിക്കുക, ഐറ്റത്തിനെയും ഒരു എനർജി ഉള്ള ഒരു ഐറ്റമായിട്ട് നമുക്ക് മാറ്റാം. അത് വളരെയധികം ഫോക്കസ് ആയിട്ട് ചെയ്താൽ മാത്രമേ അത് വർക്ക് ആകത്തുള്ളൂ. കാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ യൂജി ഒരുപാടധികം പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ യൂട്ട വന്നിട്ട് യൂജിനെ ആക്രമിക്കുന്നുണ്ട്. അന്നേരം തന്നെ നമ്മുടെ യൂട്ടയുടെ വാള് തന്നെ മുറിച്ച് കളയുകയാണ് നമ്മുടെ യൂജി. സോ ഇത് കണ്ടിട്ട് നമ്മുടെ യൂട്ടയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇവനും ഗോജോ സെൻസയുടെ ഒരു സ്റ്റുഡന്റ് തന്നെയല്ലേ, ഇവന്റെ കൂടെ യുദ്ധം ചെയ്യുന്നത് ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച ഞാനാണ് മണ്ടൻ. തന്നെ നമ്മുടെ യൂജി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ യൂജിനെ ഒരാൾ വന്ന് പുറകിൽ നിന്ന് പിടിക്കുകയാണ്. എന്റെ ഷിനിഗാമിയാണോ എന്ന് നമ്മുടെ യൂജി വിചാരിക്കുകയാണ്. അവനെ അങ്ങനെ തന്നെ പിടിക്കുക എന്നുമായിട്ട് നമ്മുടെ യൂട്ടയാണെങ്കിൽ അവന്റെ കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ യൂജിയുടെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കുകയാണ്. യൂജി താഴേക്ക് വീഴുകയാണ്. സോ അവിടെ വെച്ചാണ് ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ക്യാരക്ടർ ആണെങ്കിൽ മരിച്ചോ മരിച്ചില്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.